സന്തോഷമാണ് ഞാനെല്ലാം ചുള്ളിയാക്കിട്ടാ വന്നിരിക്കുന്നത് കേട്ടോ. ശരി, പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരത്തമ്മൂട്ടിലാണ്. പുതുപ്പറമ്പിൽ സജിയും കുടുംബവും ആത്മഹത്യ ചെയ്തത്, കുറച്ചു നാൾ മുമ്പ് ആത്മഹത്യ ചെയ്ത ഒരു കൂട്ട ആത്മഹത്യയൊക്കെ നടന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അദ്ദേഹത്തിന്റെ വീടും സ്ഥലവും കൂടെ വേറെ ഒരു വ്യക്തി കൈവശപ്പെടുത്തിയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ഇന്ന് സജിയുടെ ബന്ധുക്കൾ, സജിയുടെ പെങ്ങളടക്കം അവരുടെ കുടുംബക്കാരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാം കൂടെ ഇന്നലെ ഇവിടുന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞതിന് ഇന്നലെ വീട്ടിലെ സാധനങ്ങളെല്ലാം കുറച്ച് ചെറിയ സംഘർഷമൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനുശേഷം ഇന്ന് അവർ 2 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ബന്ധുക്കളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പുതുപ്പള്ളി കാഞ്ഞിരത്തമ്മൂട് പുതുപ്പറമ്പിൽ സജിയുടെ കുടുംബത്തിൻ്റെ കൂട്ട ആത്മഹത്യ ശരിക്കും പുതുപ്പള്ളിയെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. ഇതാണ് സജിയുടെ വീട്. കമ്പത്ത് ഈ കാറിനുള്ളിലാണ് അവർ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. പോകുന്നില്ലെന്ന് നമ്മളിപ്പം ചെന്നോണ്ട് പുള്ളിക്കാരി എന്നാക്കിയാ പറയുന്നത്? ഒരു ആവശ്യമില്ലാത്ത ഡയലോഗ് പുള്ളിക്കാരി കടന്ന് പറയും. നമ്മളെന്നാ പറയുന്നത്? നമ്മള് നോക്കിയതേ ഉള്ളൂ, സാധനം ഇല്ലെന്ന് പറയും. നമ്മള് അകത്തിരുന്ന് നോക്കിയതിനും പുള്ളി പറഞ്ഞു എന്നെ ഇവിടെ കാണിക്കുന്നത്, ഞാൻ ഇവിടെ ഇറങ്ങി കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു സമയം തരുമെന്ന് പറഞ്ഞു. പുള്ളി അവിടെ തന്നെ ഉണ്ട്. നമ്മള് പോക്കോളെ, അവരവിടെ കാര്യങ്ങൾ 2 മണി ആകണ്ടേ, 2 മണി വരെ 2 മണിക്ക് താക്കോൽ തരാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. വിളിക്കോട്ടെ, ബേബിക്ക് അതൊരു വിഷമമാകണ്ട, അവരെ വിളിക്കാം, വലിയവരെ വിളിച്ചിട്ട്. സജിയുടെയും കുടുംബത്തിൻ്റെയും കൂട്ട ആത്മഹത്യയ്ക്ക് ശേഷം സജിയുടെ വസ്തുവും വീടും എല്ലാം മറ്റൊരു വ്യക്തിയുടെ കൈവശമായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഇന്നാണ് സജിയുടെ കുടുംബക്കാർക്ക്, സജിയുടെ അമ്മയും പെങ്ങളും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് ഇന്ന് 2 മണിക്കാണ് ആ വീടിൻ്റെ താക്കോല് കൈമാറാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ചാണ് ഇവരെല്ലാം ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പം 2 മണിയായി. അപ്പോൾ ഇതുവരെയും അവിടുന്ന് അവർ ഇറങ്ങുന്ന കാര്യങ്ങളൊന്നും തീരുമാനമായില്ല. അതുകൊണ്ടാണ് അവരവിടെ വരെ പോയത്. ബന്ധുക്കളെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന്. അവിടെ 407 വന്നിട്ടുണ്ട്. 407 സാധനങ്ങളെല്ലാം 2 ട്രിപ്പ് പോയി. ഇപ്പോൾ ഇത് 3ാമത്തെ ട്രിപ്പാണ്. ഈ സാധനങ്ങളെല്ലാം മാറ്റിയ ശേഷം താക്കോല് ഈ സജിയുടെ വീട്ടുകാർക്ക് കൈമാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സജിയുടെയും കുടുംബത്തിൻ്റെയും കൂട്ട ആത്മഹത്യയുടെ കാരണം തിരക്കിയ പുതുപ്പള്ളിക്കാർ കേട്ടത് ഏകദേശം 4 കോടി രൂപയോളം സജിയുടെ കുടുംബത്തിന് ബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ 2 ഏക്കറോളം ഉള്ള സജിയുടെ ഭൂമിയും വീടും കോട്ടയം ബാങ്ക് ഓഫ് ബറോഡ ബാങ്കിൽ ഈട് വെച്ച് ഏകദേശം 2.25 കോടി രൂപയാണ് മേടിച്ചത്. എന്നാൽ ഈ പണം എതിലെ പോയി എന്നുള്ളതിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല. ഈ 2.25 കോടി കൂടാതെ പുതുപ്പള്ളിയിൽ നിന്ന് പലരുടെ കൈവശത്തു നിന്ന് ഏകദേശം 1 കോടി രൂപയോളം വായ്പ മേടിച്ചതായിട്ടും രേഖയുണ്ട്. ഇതും കൂടെ കൂട്ടുമ്പോഴാണ് ഏകദേശം 4 കോടി രൂപയ്ക്കടുത്ത് ബാധ്യതയുണ്ടെന്നുള്ള വിവരം പുതുപ്പള്ളിക്കാർ മനസ്സിലാക്കുന്നത്. ബാങ്കിൽ നിന്നെടുത്ത ലോണും മറ്റ് കടങ്ങളും വീട്ടുവാൻ ഇനിയും വസ്തു വിൽപ്പനയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ സജി വസ്തു വിൽക്കാൻ വേണ്ടി പ്ലാനിടുകയും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ ഷിജു എന്നയാൾ ആ വസ്തു മുഴുവൻ സജിയോട് ഒരു വാക്കാൽ വില പറഞ്ഞ് സജിയുമായി ഒരു ധാരണയിലാവുകയും ചെയ്തു. സജിയും കുടുംബവും ഇവിടെ നിന്നാൽ ഈ വസ്തു വിൽപ്പനയ്ക്ക് തടസ്സമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ഷിജു വളരെ തന്ത്രപൂർവ്വം ഇവരെ ഷിജുവിൻ്റെ വാഗ്ദാനത്തുള്ള വീട്ടിലേക്ക് വാടകയ്ക്ക് മാറ്റുകയും ചെയ്തു. അതിനുശേഷം ഷിജുവും കുടുംബവും സജിയുടെ പുതുപ്പള്ളി കാഞ്ഞിരത്തമ്മൂട്ടിലെ വീട്ടിൽ താമസമാക്കുകയും ചെയ്തു. ഇത് സജിയുടെ പഴയ വീടാണ്. കുറച്ച് സ്ഥലം വിറ്റതിന് ശേഷമാണ് സജി ഇവിടെ ഒരു പുതിയ വീട് വെച്ചത്. ഈ വീടിന് ഏകദേശം 200 വർഷത്തിന് മേൽ പഴക്കമുള്ളതാണ്. പഴയ അറേനിരയുള്ള വീടാണ്. ഇതിൻ്റെ അകത്ത് നിലവറയടക്കം തട്ടിമ്പുറവും എല്ലാം ഉള്ള ഒരു വീട് തന്നെയാണ്.
വാകത്താനത്ത് സജി താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ വാടകയുടെ കാലാവധിയും അവസാനിച്ചു. സജിക്ക് പിന്നെ വേറെ ഒരു പോംവഴി ഇല്ലാത്തതിനാലാണ് സജിയുടെ കൂടെയായിരുന്നു അമ്മ താമസിച്ചുകൊണ്ടിരുന്നത്. അമ്മയെ കൊണ്ടുപോയി സജിയുടെ പെങ്ങളുടെ അരികെ കൊണ്ടാക്കിയിട്ട് അവരുടെ കുടുംബം കമ്പത്തിന് പോവുകയായിരുന്നു. ആ യാത്രയിലാണ് സജിയും കുടുംബവും കമ്പത്ത് ഒരു തോട്ടത്തിന് സമീപത്ത് കാറിനുള്ളിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ആ വാഹനം ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. അതിനുശേഷം ഷിജു ഈ പുതുപ്പള്ളിയിലെ വസ്തു 3-4 പേർക്കായിട്ട് വിൽപ്പന നടത്തുകയും ചെയ്തു. അവരിൽ നിന്നെല്ലാം നല്ലൊരു തുക അഡ്വാൻസും മേടിച്ചു. ആ ഇടയ്ക്കാണ് സജിയുടെ ആത്മഹത്യയും കൂടെ ഉണ്ടായത്. അതേ തുടർന്ന് പിന്നീട് വിൽപ്പനകളൊന്നും നടന്നില്ല. കമ്പത്ത് നിന്ന് സജിയുടെയും കുടുംബത്തിൻ്റെ ബോഡി ഈ വീട്ടിലാണ് കൊണ്ടുപോയി വെച്ചത്. അന്നത്തെ ശവസംസ്കാര ചടങ്ങ് കാണാൻ വേണ്ടി പുതുപ്പള്ളിയിലുള്ള ജനലക്ഷങ്ങളാണ് ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. ശവസംസ്കാരത്തിന് ശേഷം ഷിജുവും സജിയുടെ കുടുംബവുമായി പല സമയത്തും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുകയും ഷിജു ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ഇവിടെ പല സംഘർഷങ്ങളും എല്ലാം ഉണ്ടായെങ്കിലും ഷിജുവും കുടുംബവും ഇവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറായില്ല. പിന്നീട് ഇത് കേസും ഒക്കെയായിട്ട് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും സജിയുടെ കുടുംബം ഷിജുവിൻ്റെ വാകത്താനത്തെ വീട്ടിൽ ചെല്ലുകയും സജിയുടെ വീട്ടു സാധനങ്ങളെല്ലാം അവിടെയാണ് കിടന്നത്. അതെല്ലാം അവർ പുതുപ്പള്ളിയിലെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരികയും ഇവിടുന്ന് ഷിജുവും കുടുംബവും ഇറങ്ങിത്തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിപ്രകാരം ഷിജു ഇന്ന് പകൽ 2 മണിക്ക് ഷിജുവിൻ്റെ സാധനങ്ങളെല്ലാം നീക്കം ചെയ്ത ശേഷം താക്കോല് സജിയുടെ കുടുംബത്തിന് കൈമാറാമെന്നാണ് വാക്കാൽ പറഞ്ഞിരുന്നത്. അതനുസരിച്ചാണ് 2 മണിയായപ്പോഴത്തേന് സജിയുടെ കുടുംബവും എല്ലാം ഇവിടെ എത്തിയത്. എന്നാൽ സന്ധ്യയായപ്പോഴത്തേനാണ് ഏകദേശം സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് ആ സജിയുടെ വീട്ടുകാർക്ക് ഈ ഭവനത്തിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കാൻ തന്നെ അവസരം ഉണ്ടായത്. സന്ധ്യയായപ്പോഴത്തേനും ഷിജു എത്തുകയും ബന്ധുക്കളുമായിട്ട് പറഞ്ഞ പ്രകാരം കരാറും പ്രകാരം താക്കോല് കൈമാറാനുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. നമ്മുടെ ആ വാർഡിലെ മെമ്പറായ ജിനു കെ പോളും ആ സമയത്ത് ഇവിടെ എത്തുകയുണ്ടായി. മെമ്പറുടെ സാന്നിധ്യത്തിലാണ് താക്കോല് കൈമാറുകയും എഗ്രിമെൻ്റ് സൈൻ ചെയ്യുകയെല്ലാം ചെയ്തത്. ഇനിയുണ്ടോ? വന്നോട്ടെ. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, അത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, അത്രേ ഉള്ളൂ. ക്ഷമിക്കുക എല്ലാം ഒരു പരിധിയുണ്ട്, അത്രേ ഉള്ളൂ ഞങ്ങൾ പറയുന്നുള്ളൂ. അല്ല വേറെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ എന്തെങ്കിലും കയ്യേറ്റം എന്തെങ്കിലും കാര്യം ചെയ്തോ? ഇല്ലല്ലോ. ഞങ്ങൾ പറയുന്നത് ഇത്രേ ഉള്ളൂ, ക്ഷമയ്ക്ക് പരിധിയുണ്ട്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കരുത്, അതിലെടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെ. സന്ധ്യയായപ്പോഴത്തേനും താക്കോല് കൈമാറാത്തതിനാൽ ബന്ധുക്കളെല്ലാം രോഷാകുലരായ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. എന്നാൽ ആ സമയത്ത് ഷിജു ഇവിടുന്ന് എങ്ങോട്ടോ പോവുകയുണ്ടായി. ഷിജു ഇവിടെ വന്നത് രാത്രിയോടുകൂടിയാണ്. അപ്പോൾ ഷിജുവിനെ എല്ലാവരും ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഏതാനും നിമിഷമൊക്കെ ഷിജു ഇവിടെ വരുമെന്നാണ് അറിയിച്ചത്. അമ്മച്ചെ കാത്തിരിക്കുക, നീ താക്കോൽ കൊടുക്കും. പെട്ടെന്ന് വാ. അല്ല ഇത്ര പോയാൽ പോലെ നീ ബാക്കിയുള്ള ഫോട്ടോമാരായിട്ട് വിളിക്കണം.
എന്നാ അവകാശം അന്നേ ഒന്ന് ഷിജു ഭവനത്തിലെത്തിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ വാർഡ് മെമ്പർ ജിനു കെ പോളും എത്തിയിട്ടുണ്ട്. സജിയുടെ മരണത്തിന് ശേഷം ഈ വീട് തിരിച്ചു പിടിക്കാനും ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കാനും സജിയുടെ ബന്ധു കൂടിയായ ബേബിച്ചാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് കൂടുതൽ വിവരങ്ങൾ ഈ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാൻ സാധിച്ചത്. അദ്ദേഹം 2-3 ദിവസമായിട്ട് ഇതിൻ്റെ പുറകെ തന്നെയാണ്. ഇത് ഓക്കെയാണല്ലോ അമ്മച്ചി കണ്ടുപോലിച്ച് ഞങ്ങൾ ഇറങ്ങിയല്ലോ. ഞാൻ എല്ലാം വൃത്തിയാക്കിട്ടാ വന്നിരിക്കുന്നത്. ഞാൻ ഒന്നും മോശമായിട്ട് വന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇറങ്ങി പോവാം കേട്ടോ. ശരി ഓക്കെ. ഇത് ഓക്കെയാണല്ലോ അമ്മച്ചി കണ്ടുപോലിച്ച് ഞങ്ങൾ ഇറങ്ങിയല്ലോ കേട്ടോ. ശരി ഓക്കെ. അതവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. എന്റെ ചെരുപ്പുണ്ടോ കയ്യില്? എന്റെ ചെരുപ്പ് വേണം. ചെരുപ്പ് മനസ്സിലുണ്ടായിരുന്നല്ലേ? ഓക്കെ ഓക്കെ. ഒരു ഗ്രൂപ്പിനെ കയറ്റിയില്ല വാ
വീടും വസ്തുവെല്ലാം തിരിച്ചു കിട്ടിയെങ്കിലും അതിഭീമമായ തുക ബാങ്കിൽ ലോൺ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം പരിഹരിക്കെങ്കിൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇവർക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാകത്തുള്ളൂ. അതോടൊപ്പം തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത 2.25 കോടി രൂപ ആരുടെയൊക്കെ കൈവശം പോയി എന്നുള്ളത് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. അതും വരും ദിവസങ്ങളിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു.